ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചോറിനും ചപ്പാത്തി പുട്ട് അങ്ങനെ ഏത് ഐറ്റംസിൻ്റെയും കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ ഹോട്ട് ഡോഗ്സ് എന്നും നെക്കാനെക്ക് പിന്നെ പോലെ സോസേജ് അങ്ങനെ പല പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് നിങ്ങൾ വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതി ഭാഗം എടുക്കുന്നുള്ളൂ, പകുതി നാളെ എടുക്കാമല്ലോ, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ സാധനം എടുത്തിട്ടുണ്ട്, നമുക്ക് നന്നായി കട്ട് ചെയ്ത് കഴുകിയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തോ കേട്ടോ. നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ വട്ടത്തിലാണ് കട്ട് ചെയ്യണത്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള മസാലകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലകൾ പറഞ്ഞാൽ കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഓയിൽ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയൊക്കെ കോൺഫ്ലവർ അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇവിടെ ഞാനൊന്നും ആഡ് ചെയ്തില്ല, കാരണം എനിക്കിത് എളുപ്പത്തിലാവേണ്ടതുണ്ട്, കാരണം വയറ് തള്ളക്കൊളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട്, ഇത് നമുക്കൊക്കെ ഇട്ട് കൊടുക്കാൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറേ ഓയിൽ ഒഴിച്ച് കൊടുത്തായാലും ഇട്ട് മുക്കി പൊരിച്ചാലും നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ കുറച്ച് ഓയിൽ ഉപയോഗിക്കുന്നുള്ളൂ, കാരണം എണ്ണ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരം. അപ്പോൾ അത് എണ്ണയിലിട്ട് നല്ലോണം മൂത്ത് വരുന്നുണ്ട്, നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ സാധനം നാട്ടിൽ കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടുന്നുണ്ടാവും, കാരണം നമ്മുടെ ലുലു അങ്ങനെയുള്ള വലിയ മാളുകളിലൊക്കെ ഈ സാധനം കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് ഇതുവരെ മേടിച്ചിട്ടില്ല, ഇത് നമുക്ക് ഗൾഫിൽ നിന്ന് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് വെച്ചാൽ ഒരു ബബിൾ ഇങ്ങനെ വരുന്ന പോലെ ടൈപ്പ് ആവുന്ന സമയത്താണ് ഇതിൻ്റെ കറക്റ്റ് വേവ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശരിക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് നമുക്ക് പൊരിച്ചിട്ട് മാത്രമല്ല, മസാല ആക്കിയിട്ടും കറി വെച്ചിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് പൊരിച്ചിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ അതന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട്. ഞാൻ കറി വെച്ചിട്ടും മസാല ആക്കിയിട്ട് കഴിച്ചിട്ടുണ്ട്, പക്ഷേ അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു തോന്നുന്നില്ല. പിന്നെ ഈ സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചിക്കന് എല്ലൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് അവരുടെ പ്രത്യേക മെഷീനിലിട്ടിട്ട് ഇങ്ങനെ ഈ ഒരു ടൈപ്പായിട്ട് വരുന്നതാണ്. പിന്നെ പുറത്ത് രാജ്യത്തു നിന്നൊക്കെ വരുന്നതല്ലേ, ചിലപ്പോൾ നല്ല ഹൈജീനിക് ആയിരിക്കും, ചിലപ്പോൾ അല്ലായിരിക്കും. കാരണം പല കിംവദന്തികളും നമുക്ക് കേട്ട് വരുന്നുണ്ട്, ഇങ്ങനെ ഉപയോഗിക്കുന്ന ചിക്കൻ്റെ എല്ലും തൂവലും ഒന്നും ഒഴിവാക്കാറില്ല, അവർ ഫുൾ അങ്ങനെ ഇട്ട് അരക്കണമെന്നൊക്കെ പറയണ കേൾക്കാറുണ്ട്. സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല, നമുക്കിപ്പോൾ അവിടെ പോയി നോക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ പോയി നോക്കുന്നവരുണ്ടാവും കേട്ടോ, അതോ ഇന്നത്തെ കാലമല്ലേ, അങ്ങനെ ഉണ്ടാവും, അതും എനിക്കറിയില്ല. അപ്പോൾ എന്തെന്നായാലും ഇവിടെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്, കാരണം അത്ര ടേസ്റ്റിയാണ്. പക്ഷേ ചിലർക്കൊന്നും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ എന്തെന്നായാലും നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ബബിളൊക്കെ പോലെ തോന്നണില്ലേ. അപ്പോൾ ചോറ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധനം എടുത്ത് നമുക്ക് പോയി ചോറ് വയ്ക്കാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞോ? ഞങ്ങളിത് ചോറ് വയ്ക്കാൻ പോകണുള്ളൂ. ഇതും ഒരു ചിക്കൻ്റെ വിഭവം തന്നെയാണല്ലോ, അതുകൊണ്ട് ഇന്ന് ചിക്കനും മീനൊന്നും ഇല്ല. പിന്നെ ഇതായി സാധനം എടുത്ത് പോണ വഴിക്കന്നെ ഇതിന്ന് ഓരോരോ പീസൊക്കെ എടുത്ത് പോകുന്നുണ്ട്, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയിട്ട് വരാം കേട്ടോ.